ശിഖണ്ഡിയെ വിളിക്കൂ, ഭീഷ്മരെ വധിക്കൂ. 9 ദിവസം പിന്നിട്ടിട്ടും യുദ്ധം ജയിക്കാൻ പാണ്ഡവർക്ക് കഴിഞ്ഞില്ല. ഭീഷ്മർ ജീവനോടെയിരിക്കുന്ന കാലം യുദ്ധത്തിൽ വിജയം സാധ്യമല്ലെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി. കൃഷ്ണനുമായി ആലോചിച്ച് ഭീഷ്മരെ തന്നെ അഭയം പ്രാപിക്കാൻ പാണ്ഡവർ തീരുമാനിച്ചു. അന്നു രാത്രി കൃഷ്ണനും പാണ്ഡവന്മാരും ഭീഷ്മരുടെ പടകുടീരത്തിൽ മോഷ്ടാക്കളെപ്പോലെ നിശബ്ദരായി കടന്നുചെന്നു. ഭീഷ്മർ ചെറുമക്കളെ കണ്ട് ഉത്കണ്ഠാകുലനായി. അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ കരകവിഞ്ഞു. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? എന്നാൽ കഴിയുന്നത് എന്തും നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാം, പറയൂ. യുധിഷ്ഠിരൻ പണിപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രഭു, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിജയം സാധ്യമല്ല. ഈ യുദ്ധം ഞങ്ങൾ വെറുക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ചത്തടിയുന്നു. ഈ യുദ്ധം ഇനിയും നീളാൻ പാടില്ല. എന്താണൊരു മാർഗം? ഭീഷ്മർ പറഞ്ഞു. ശരിയാണ്, ഞാൻ ജീവനോടെ ആയുധധാരിയായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വിജയം സാധ്യമല്ല. നിങ്ങൾ എന്നെ എത്രയും വേഗം വധിക്കണം. ഞാൻ മരിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് വധിക്കുക? എപ്പോൾ? കുഞ്ഞേ, നാളെ തന്നെ എന്നെ കൊല്ലണം. ഞാൻ നിരായുധനായി മരണം വരിക്കാൻ സ്വയം തീരുമാനിക്കുമ്പോൾ മാത്രമേ എനിക്ക് മരണം സംഭവിക്കൂ. അതുകൊണ്ട് നാളെ എനിക്കെതിരായി ശിഖണ്ഡിയെ നിർത്തൂ. അപ്പോൾ ഞാൻ ആയുധം താഴെ വയ്ക്കും. പിന്നെ യുദ്ധം ചെയ്യില്ല. അംബയുടെ പുനർജന്മമാണ് ശിഖണ്ഡി. അവൾ കാരണമായി ഞാൻ മരിക്കണമെന്നത് വിധിയുടെ നിശ്ചയമാണ്. അതിന് നിങ്ങൾ കൂട്ടുനിന്നാൽ മതി. അർജുനൻ ശിഖണ്ഡിയുടെ തൊട്ടു പിന്നിൽ വേണം. 10-ാം ദിവസം യുദ്ധം തുടങ്ങി. ശിഖണ്ഡി ഭീഷ്മരെ പോരിന് വിളിച്ചു. ഭീഷ്മർ പരിഹാസപൂർവം പറഞ്ഞു. നീ പുരുഷനായോ? കൊള്ളാം. ഞാൻ നിന്നെ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല. സ്ത്രീയോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിന്നെപ്പോലുള്ള ഒരു നപുംസകത്തോട് യുദ്ധം ചെയ്യാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ ശിഖണ്ഡി തീവ്ര സ്വരത്തിൽ തിരിച്ചടിച്ചു. അങ്ങ് ഭാർഗവരാമനോട് പോലും യുദ്ധം ചെയ്ത് വീര്യം കാട്ടിയ മഹായോദ്ധാവാണ്. പക്ഷേ ഞാൻ വളരെ വർഷങ്ങളായി അങ്ങയെ നേരിടാൻ കാത്തു നിൽക്കുകയാണ്. ഇന്ന് അങ്ങയെ ഞാൻ കൊല്ലും. ശിഖണ്ഡി 5 അസ്ത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അയച്ചു. അർജുനൻ ശിഖണ്ഡിക്ക് തൊട്ടു പിന്നിൽ നിലയുറപ്പിച്ചു. ശിഖണ്ഡിയോട് തുടരെ അമ്പുകൾ അയക്കാൻ നിർദ്ദേശിച്ചു. ഭീഷ്മർ ആകെ പരവശനായി കാണപ്പെട്ടു. അദ്ദേഹം സ്വയം പറഞ്ഞു, എനിക്ക് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ. അത് ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. എനിക്ക് മരിക്കണം. ശിഖണ്ഡി സാക്ഷാൽ കാർത്തികേയന്റെ വീര്യം സമാർജിച്ചതുപോലെ പ്രകൃതം മാറിക്കൊണ്ടു. കൂരമ്പുകൾ കൊള്ളിമീൻ കണക്കെ പായാൻ തുടങ്ങി. ഭീഷ്മർ തിരിച്ചൊന്നും പ്രയോഗിച്ചില്ല. പിന്നിൽ തുണയാളായി നിന്നുകൊണ്ട് അർജുനനും ഭീഷ്മർക്ക് നേരെ കൂരമ്പുകൾ അയച്ചു. സൂര്യൻ അസ്തമയ ചക്രവാളത്തിലേക്ക് ചായാൻ തുടങ്ങി. ശരീരമാസകലം അമ്പുകൾ കൂട്ടമായി തറച്ചു. കയറിയ നിലയിൽ ഭീഷ്മർ അവശനായി തേരിൽ നിന്ന് താഴെ മറിഞ്ഞു വീണു. അങ്ങനെ അമ്പ തന്റെ പ്രതികാരം നിറവേറ്റി. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ശിഖണ്ഡിയെയും വധിച്ചു. ഭീഷ്മർ അർജുനനൊരുക്കിയ ശരശയ്യ പൂകി. ആ മഹാത്മാവ് ഉത്തരായനം കാത്ത് കിടന്നു. യുദ്ധം തുടർന്നു. ദുശാസനും കർണനും ദ്രോണരും ഒടുവിൽ ദുര്യോധനനും വധിക്കപ്പെട്ടു. പാണ്ഡവർ അവസാന വിജയം കണ്ടു. 18 നാളത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ കൗരവരുടെ സ്വപ്നഗോപുരം താഴികക്കുടങ്ങളോടെ നിലംപരിശായി. ഒപ്പം കൗരവരും. ഉത്തരായനം കാത്തുകിടന്നിരുന്ന ഭീഷ്മരുടെ ശരശയ്യക്കരിയിൽ യുധിഷ്ഠിരൻ എത്തി. ഭീഷ്മർ അദ്ദേഹത്തിന് രാജനീതി ഉപദേശിച്ചു. ഉത്തരായന ആരംഭമായി. മൂർധാവ് വിട്ടുയർന്ന ഭീഷ്മരുടെ ജീവാത്മാവ് സ്വർഗം പൂകി. സ്വച്ഛന്ത മൃത്യു വരിച്ച ആ പുണ്യാത്മാവിനെ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് എതിരേറ്റു. ദുഃഖിതയായ ഗംഗയെ കൃഷ്ണനും വ്യാസനും ആശ്വസിപ്പിച്ചു.